ഹലോ ഗൈസ്. പതിവ് പോലെ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിലും പകല് വീഡിയോസ് എടുക്കാത്തതുകൊണ്ട് ഈ വ്ളോഗ് തുടങ്ങുന്നത് വൈകുന്നേരം മുതലാണ് കേട്ടോ. മാരിവിൻസ്കാരം കഴിഞ്ഞ് ഷോപ്പിലേക്ക് നിൽക്കുമ്പോഴാണ് ഈ ചൂടത്തത് ബെസ്റ്റാന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായി മോട്ടറാക്കി കൊണ്ട് ഈ സാധനം കൊണ്ടുവന്നത്. ഒറ്റ സിപ്പ് തന്നെ എനിക്ക് സാധനം പിടിച്ചില്ല. ഞാൻ നേരെ ഒന്റെ കയ്യിൽ തന്നെ കൊടുത്തത്. അതേ ആ നിൽക്കുന്ന ചങ്ങായിയാണ് ഈ ഷോപ്പിന്റെ മുതലാളി. മലയാളി അല്ല, ബംഗ്ലാദേശിയാണ്. പക്ഷെ അടിപൊളി മനുഷ്യനാണ്. ഇപ്പൊ ഞാൻ മൂപ്പരെ കാണിച്ചത് എന്താന്ന് വെച്ചാൽ നാളെ മൂപ്പര് നാട്ടിൽ പോവാണ്. അതുകൊണ്ട് തന്നെ ആളുടെ വക എല്ലാവർക്കും ഫുഡും ഉണ്ട്. ഞാനും മൂപ്പരെ ഷോപ്പിൽ തന്നെയാണല്ലോ. ആ ഒരു വകയിൽ എനിക്കും കിട്ടിയൊരു പാക്കറ്റ്. പക്ഷേ ഈ ഫുഡ് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ മൂപ്പരോട് ചെലവ് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. ഫുഡ് കിട്ടിയ സെയിം സമയത്താണ് എനിക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നിട്ടാ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഫുഡൊക്കെ അവിടെ മാറ്റി വെച്ച് ആദ്യം കസ്റ്റമറൊക്കെ ഡീൽ ചെയ്ത് കസ്റ്റമർ പോയതിനു ശേഷം ഷോപ്പിന്റെ ഗോഡൗണിൽ പോയിട്ട് ഫുഡൊക്കെ ഇരുന്ന് കഴിച്ച് അടുത്ത ദിവസം രാവിലെ വന്നപ്പോൾ കാണുന്നത് ആൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് മൂപ്പര് സന്തോഷമായിട്ട് യാത്രയാക്കി. അങ്ങനെ അവിടെ അങ്ങനെ മൊയന്തായിരിക്കുമ്പോൾ ഷോപ്പ് തുറത്ത് നെല്ലിക്ക കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞ് നെല്ലിക്കൊക്കെ കഴിച്ച കാലം മറന്നിക്കണേ. അതും കഴിച്ച് ബ്രേക്കിന് സമയപ്പോൾ നേരെ റൂമിൽ പോവാണ്. നല്ല പൊടിക്കാറ്റാണ്. അങ്ങനെ പൊടിക്കാറ്റും കൊണ്ട് റൂമിൽ പോയി. ബ്രേക്ക് ടൈം കഴിഞ്ഞപ്പോൾ ആ സെയിം പൊടിക്കാറ്റ് കൊണ്ട് വീണ്ടും ഷോപ്പ് തന്നെ എത്തി. കുറച്ചേരം അങ്ങനെ ചെക്കന്മാർ സംസാരിച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു കസ്റ്റമറിനെ കിട്ടിയതാ. ഞാൻ ഈ കസ്റ്റമർ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയാണ്ട് ഇയാളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു പോയി. കാരണം ഇയാളെ കണ്ട ഉടനെ എനിക്ക് എൻ്റെ വല്യപ്പാനെ ഓർമ്മ വന്ന്. 4 വർഷത്തിൻ്റെ അടുത്തായി എൻ്റെ വല്യപ്പ മരിച്ചിട്ട്. മരിക്കുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ പോകാനും പറ്റിയിട്ടില്ല. ഞാനിവിടെ വന്ന സമയമായിരുന്നേ. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി റൂമിലെത്തിയപ്പോഴാണ് റൂമിലൊരു ബർത്ത്ഡേ ബോയ് ഉള്ള കാര്യം അറിയണത്. നോക്കുമ്പോൾ അതാ അവൻ്റെ പെങ്ങടെ വക സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് ചെറുക്കനെ വണ്ടടിച്ച് നിൽക്കുക. രണ്ടാളും ഒരേ കമ്പനിയിലും ചെയ്യണത് ഒരേ ജോലി ആയതുകൊണ്ട് ഡെയിലി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ കുറേ കഥകൾ പറയാനുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.